ഇതൊക്കെ മുരിങ്ങ കേട്ടോ, അത് മുരിങ്ങ പോയിട്ടിരിക്കണ്. ഓടിൻ്റെ ഒരു വണ്ടിയാണ്. ഹായ്, അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കുറേ കാലം ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ ചെയ്യാൻ പോണേ. അത് എൻ്റെ കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഞാൻ നിൽക്കുന്നൊരു ഏരിയ ഉണ്ട് ഈ കാണുന്നത്. ഇവിടെ നമ്മളെ റൂമില്ലേ ഇവിടുത്തെ ഏരിയകൾ ആദ്യം കാണിച്ചു തരാം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണത് ഇവിടെ കുറേ മുരിങ്ങ കിട്ടും കേട്ടോ. അപ്പോൾ മുരിങ്ങ പറിച്ചിട്ട് മുരിങ്ങ താളിപ്പും ചോറും പിന്നെ മീൻ പൊരിക്കാനുമാണ് പ്ലാന്. അതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ മൊത്തം കാണിക്കട്ടോ. ഇതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ ചെറിയ മരമുണ്ടത് കണ്ടോ. എല്ലാ പെരൻ്റെ മുറ്റത്ത് കൂടി അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചെറുതാണ് കേട്ടോ. വലുതിൽ ഞാൻ കാണിച്ചു തരാം. അത് ഈത്തപ്പഴല്ല, അത് പാനയാണ് കേട്ടോ. ഈത്തപ്പഴങ്ങൾ മാത്രമല്ല എല്ലാ പെരൻ്റെ മുമ്പ് കൂടി ഈ റോഡ് സൈഡിനോട് കേട്ടോ കണ്ടോ ഫുള്ള് മരങ്ങൾ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മുരിങ്ങ കേട്ടോ. അത് മുരിങ്ങ പോയിട്ടിരിക്കണ്. ഇവിടുത്തെ കായ ഉണ്ടാവിക്കാരം. ഇത് മുരിങ്ങയാണ്, അത് മുരിങ്ങയാണ്. ഫുള്ള് ഒരുപാട് മുരിങ്ങ മരങ്ങൾ കാണാൻ പറ്റും നമുക്കിവിടെ. പിന്നെ ഒരു വലിയ മരം കണ്ടോ, അത് നല്ല അടിപൊളി മൂച്ചിയാണ്. ഇതിൻ്റെ കായ്നാവും. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരു വണ്ടി കണ്ടു കേട്ടോ. ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഏതാ ലുക്കില്ലേ, പഴയൊരു വണ്ടി. വിച്ച് മോഡൽ ദിസ് വൺ? 1966 ഫോർഡ്. ഈ ഒരു വണ്ടീൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ, കമ്പി പോലത്തെ സാധനം. ഏതാ വണ്ടിയില്ലേ? അടിപൊളി വണ്ടി കേട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ഒരു വെയില് പോലക്ക് എന്തോ ചെടി. ഓരോ പെരൻ്റെയും ഫ്രണ്ട് എങ്ങനെ വെച്ചിക്കണെന്ന് കണ്ടോക്കി. കണ്ടോ, ഇത് പെരൻ്റെ ബാക്ക് സൈഡാണ്. വണ്ടി പാർക്കിങ് ചെയ്യാനുള്ളൊരു ഏരിയ. പിന്നെ ഫുള്ള് ഓരോരോ ചെടികൾ, മൽബറിൻ്റെ ചെടിയാണ് തോന്നുന്നത്. പിന്നെ ഇത് മൂച്ചിയാണ്, നമ്മളെ മാങ്ങ മൂച്ചിയാണ്. പിന്നെ ഇത് ഈത്തപ്പഴത്തിൻ്റെ അത്യാവശ്യം ഇതിലൊക്കെ അന്ന് കായ ഉണ്ടായിരുന്നു, ഈത്തപ്പഴത്തിൻ്റെ കായ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ പറിച്ചതാണ്. ഇത് പിന്നെ ഇത് എന്താ അത്തിപ്പഴം ഉണ്ടോ തോന്നുന്നു, അത്തിപ്പഴത്തിൻ്റെ പോൽക്കൊണ്ട് കാണാൻ. അതിൻ്റെ ചെടിയാണ് തോന്നുന്നത്. ഇത് കണ്ടോ, നമ്മളെ നാട്ടിലൊക്കെ ഇല്ല എന്താ മറ്റേ പേപ്പർ പൂ കേട്ടോ. എൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇവിടെ കൂടുതലും പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യും കേട്ടോ. എല്ലാ വീട്ടിലും എല്ലാ പെണ്ണുങ്ങളും ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. ഈ പെരൻ്റെ ഫ്രണ്ടേജ് ഉണ്ടോ, റോഡും പിന്നെ പെരക്ക് മുറ്റൊന്നുമില്ല. പെരൻ്റെ മുറ്റം എന്ന് പറയാനൊന്നുമില്ല, പിന്നെ റോഡാണ് നേരെ മുമ്പിൽ. എന്നിട്ട് റോഡ് സൈഡിലാണ് ഒരു മൊത്തം ചെടികളൊക്കെ അലങ്കരിച്ച് വെക്കുന്നത്. അല്ലാണ്ട് മുറ്റത്തല്ല കേട്ടോ. മുറ്റം എന്ന് പറയാൻ പോലെ മതിലാണ്ട് ചേർത്ത് കെട്ടിയിട്ട് റോഡിലാണ് ഫുള്ള് സംഭവങ്ങളും. ഇതൊക്കെയുണ്ടോ, ഒരുപാട് ചെടികളുണ്ട്. ഇത് കണ്ടോ, ഇത് നാരങ്ങയാണ്, നാരങ്ങൻ്റെത്. ഇപ്പം നടന്ന് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ.
കാണുന്നുണ്ടോ വെയിൽ സൂര്യൻ ഉണ്ടായതുകൊണ്ട്. മുരിങ്ങല്ലേ, മുരിങ്ങ താളിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ മുരിങ്ങ മരങ്ങളൊക്കെ എല്ലാ പേരൻ്റെ മുറ്റത്തും ഇതേപോലെ ഒരു പച്ചപ്പിന് വേണ്ടി നടന്ന തോന്നുന്നു. റോഡ് സൈഡിൽ കൂടെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് കാരണം നല്ല പച്ചപ്പില്ലേ, എല്ലാ പേരൻ്റെ മുറ്റത്തും കുറേ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുമ്പൊക്കെ പറിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ട് നമുക്കിന്ന് റൂമിൽ പോവാം. ഇവിടെ മുരിങ്ങ കായകളൊക്കെ ഉണ്ടാവും. മുരിങ്ങക്കായ് ഇവിടെ ഒന്നും ആരും ഇത് യൂസ് ചെയ്യില്ലല്ലോ കേട്ടോ. നമുക്ക് എന്തായാലും ഇത് പറിച്ചു പോവാം. ക്യാമറ എടുക്കുക. ഇവിടെ ആരും പറിക്കാത്തതുകൊണ്ട് ഉണ്ടോ അങ്ങനെ വിത്തായിട്ട് പോവാണ്ട് നിലത്ത്. മുരിങ്ങൻ്റെ വിത്താണ്. അപ്പം നമുക്ക് മുരിങ്ങ പറിച്ച് നമ്മൾ ബാഗിൽ സെറ്റ് ആയിക്കുന്നത്. ഇനി റൂമിൽ പോയിട്ട് ഇത് കുക്ക് ചെയ്യാം നമുക്ക്. ഇത് മുമ്പ് നമ്മൾ കടലിൽ ചൂണ്ടിലിടാൻ പോയപ്പോൾ പൊടിച്ച 2 മീനുകളുണ്ടാവും. എന്തോ ഒരു മീനുണ്ട്, പേരൊന്നും അറിയില്ല. ഒരു വലുതും ഒരു ചെറുതും. പിന്നെ കുറച്ച് ചെമ്മീനുണ്ട്. ചെമ്മീൻ ഇതിൻ്റെയൊക്കെ ഏറായിട്ട് യൂസ് ചെയ്തിരുന്ന സാധനമാണ് ചെമ്മീൻ കേട്ടോ. അപ്പോൾ താളിപ്പിൻ്റെ കൂടെ ഫ്രൈ ചെയ്യാനുള്ള സാധനമുള്ളത്. നമ്മൾ താളിപ്പത്തിലെ സംഭവങ്ങൾ റെഡി കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ചതച്ച കേട്ടോ, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഇട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇവിടെ മസാല സെറ്റായിട്ടോ. ഇവിടെ കിടക്കട്ടെ, നമുക്ക് താളിപ്പ് റെഡി ആക്കും. വെളിച്ചെണ്ണ കേട്ടോ. ആദ്യം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് വെളുത്തുള്ളിയിട്ട് പച്ചമുളക്, മുരിങ്ങ കേട്ടോ. രണ്ടിത് മൂടി വെക്കാം. നമ്മളെ കഞ്ഞിവെള്ളം കുറച്ച് വയ്ക്കുന്നത്.
ഏകദേശം കുറച്ച് നേരം തിളച്ചിട്ടുണ്ട്. മുരിങ്ങൻ്റെ കളറൊക്കെ മാറിയിട്ടോ. സംഭവം റെഡിയാണ്. മാറ്റാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് റെഡി ആയിട്ടോ. നമ്മൾ ചൂണ്ടിലിട്ട് പൊടിച്ച മീനും പിന്നെ ചോറും മെയിൻ വിഭവം താളിപ്പും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിലാണ് മുരിങ്ങേൻ്റെ ഇലക്ക് ഭയങ്കര പഞ്ചം. ഇത് കണ്ടോ, ഒരുപാട് മുരിങ്ങേൻ്റെ ഇല ഉണ്ട് ഇവിടെ. ഇടയ്ക്ക് ചൂണ്ടലിടാൻ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു വീഡിയോ, മീൻ പൊടിക്കണ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യണം. നമ്മൾ താളിപ്പിൻ്റെയും മീനിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം സെറ്റാണ്, അടിപൊളിയായിക്കണ്. അപ്പോൾ ഓക്കെ, നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ വേറെ എന്തെങ്കിലും നല്ല വീഡിയോ ആയിട്ട് കാണാം.